ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്നോവയുടെ ഫ്രണ്ട് കൂളിംഗ് കോയിൽ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കൂളിംഗ് കോയിലിലേക്ക് വരുന്ന കണക്ഷൻ, സെക്ഷൻ പൈപ്പിൻ്റെയും ലിക്വിഡ് പൈപ്പ് ഡിസ്ചാർജ് പൈപ്പിൻ്റെയും കണക്ഷൻ നമ്മൾ ഊരണം. അതിനുശേഷം എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, അല്ലെങ്കിൽ ഊരിക്കഴിഞ്ഞാൽ എക്സ്പാൻഷൻ വാൽവ് കൊണ്ട് ഊരെടുക്കുക. അതായത് കൂളിംഗ് കോയിലിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ വിടിക്കണം. എക്സ്പാൻഷൻ വാൽവ് കൂടി അഴിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് അടിയിൽ കൂടെ ഇങ്ങോട്ട് ഊരെടുക്കുക. അതിനായിട്ട് ഡാഷൊന്നും ഫുൾ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡാഷ് അടിക്കാതെ തന്നെ നമുക്ക് കൂളിംഗ് കോയിൽ മാറ്റാവുന്നുള്ളൂ. ഫ്രണ്ട് കൂളിംഗ് കോയിൽ ഇവിടെ 10 വരും കേട്ടോ, അതൊന്ന് അഴിക്കണം. സെക്ഷൻ പൈപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഈ പൈപ്പ് പൊട്ടാതെ നോക്കണം. എല്ലാ ഇന്നോവരെയും ഈ ഒരു പൈപ്പ് ഇവിടെ വെച്ച് ഓടിയും. ഉള്ളിൽ വന്നിട്ട് ഗ്ലോ ബോക്സിൻ്റെ ഗ്ലോ ബോക്സ് നമുക്കൊന്ന് ഊരി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ബ്ലോവറിൻ്റെ ഒരു കേസ് വരും. ഗ്ലോ ബോക്സ് ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം കാണാം. ബ്ലോവറിൻ്റെ ഒരു കേസ്, അതൊരു പീസാണ് ബ്ലോവറിൻ്റെ. ഇത് അഴിക്കേണ്ടി വരും നമുക്ക്. ഈ കവർ അഴിക്കണം. ഇത് ലോക്കാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നോബൊന്ന് ഊരി മാറ്റണം. ഗിയർ ലിവറിൻ്റെ ജസ്റ്റ് ഈ കവർ ലോക്കാണ്. ഇത് കണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ടിങ്ങാണ്. വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊന്തി പോരത്. നിങ്ങൾക്ക് ഇങ്ങനെ ഊരി മാറ്റാം. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ കാണണ്ട. പത്തിൻ്റെ ടൈപ്പ് സ്ക്രൂ ടൈപ്പ് ബോൾട്ടാണ്. ഇവിടെ വരും 4 വരും. അത് നമുക്കിങ്ങനെ അഴിച്ചു മാറ്റാം. കൈ കൊണ്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കിട്ടില്ല കേട്ടോ, ഞാനത് ലൂസാക്കി വെച്ചിരുന്നതാണ്. പിന്നെ ഇത് ഈ കാണുന്ന ബോക്സ് ഉണ്ട്, ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ അവിടെ, അതിൻ്റെ ഉള്ളിലായിട്ട് 2 10 ബോൾട്ട് വരും. ഇത് കാണാം, ഇത് രണ്ടും നമുക്ക് അഴിച്ചു മാറ്റണം. അതൊന്ന് കുറച്ചിങ്ങനെ നമുക്ക് ഈ കൺസോളിൻ്റെ കുറച്ചൊന്ന് ബാക്കിലേക്ക് വലിച്ചു വെച്ചാലോ കൂളിംഗ് കോയിലിൻ്റെ അവിടെ ഒരു ലോക്ക് വരും. കൂളിംഗ് കോയിലിൻ്റെ കവറിന് ഈ കൺസോളിൻ്റെ ഇതവിടെ ആയിട്ട്. അപ്പോൾ അത് വലിക്കാൻ്റെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഈ ഭാഗം ഒന്ന് പയ്യാനാണ് കാണുന്നത്. ഇത്രയും മതി. ഇത്ര മാറ്റി വയ്ക്കുക. അതിനടുത്തായിട്ട് നമുക്ക് ഈ കൂളിംഗ് കോയിലിൻ്റെ ബോക്സ്, കൂളിംഗ് കോയിലല്ല ബ്ലോവറിൻ്റെ ബോക്സ്, അതിനായിട്ട് ഈ ബോൾട്ട് ഒരു ബോൾട്ട് വരും. ഇതൊക്കെ നമുക്ക് ഊരണം. ഇതൊക്കെ ഞാൻ ലൂസാക്കി വെച്ചിരിക്കുകയാണ്. വീഡിയോ അല്ലെങ്കിൽ ലാഗായി പോവും. ഈ ഒരു ബോൾട്ട് വരിക, ഈ ഒരു പട്ട പോലും. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ബോൾട്ട് ഉണ്ട്. ഈ ഒരു അടിയിൽ 10 വാഷ് ടൈപ്പ് നെട്ടുണ്ട് വലുത്. പിന്നെ ബ്ലോവറിന് അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ ഇതിവിടെ ഒരു 10 വോൾട്ട് വരും. അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു വോൾട്ട് വരും. പിന്നെ ഈ റെസിസ്റ്ററിൻ്റെ കണക്ഷൻ പിടിക്കണം. അതുപോലെ തന്നെ ഫാൻ്റെ കണക്ഷൻ പിടിക്കണം. എന്നാലോ ഈ കേസ് ഇങ്ങോട്ട് അടിയിൽ കൂടെ ഇങ്ങോട്ട് പോരുള്ളൂ. ഇവിടെ ഒരു ബോൾട്ട് വരും 10 കഴിക്കണം. ഇതിങ്ങോട്ട് പയ്യെ നീക്കി വയ്ക്കേണ്ട. BCMൻ്റെ ഈ കവർ ഇങ്ങോട്ട് പയ്യെ നമുക്ക് തെറ്റിച്ചങ്ങ് പറ്റി ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വലിക്കുക. ആ വലിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പുറത്തുനിന്ന് അകത്തുനിന്ന് വലിക്കുന്നതിൻ്റെ ഷട്ടറിൻ്റെ ഒരു കുഞ്ഞി
കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്, അതൊന്ന് നമുക്ക് അഴിച്ച് മാറ്റണം. വേണ്ട, അല്ലെങ്കിൽ വലിച്ചെടുക്കുമ്പോൾ അത് പൊട്ടി അങ്ങനെ പിന്നെ വർക്കിംഗ് ആവില്ല, പൊട്ടി പോകും. വേണ്ട, അതേപോലെ കൊണ്ട് ഊരെടുക്കാം നമുക്ക് പുറത്തേക്ക്. അതിനുശേഷം കൂളിംഗ് കോയിലിൻ്റെ ഡ്രൈനേജ് ഹോസിൻ്റെ കണക്ഷൻ പിടിക്കണം. ഇതിവിടെ 10 വോൾട്ട് അടിക്കണം. പിന്നെ ഇതിവിടെ 2 സ്ക്രൂ വരും സ്റ്റാറിൻ്റെ, ഇത് 2 ഒഴിക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് കാണിച്ചിട്ടുണ്ടോ, അപ്പുറത്തെ സൈഡ് കാണിച്ചത്. അതിന് മുമ്പ് ഇത് ഈ ലോക്ക് ഞാൻ പറഞ്ഞു കൺസോളിൻ്റെ മഴിക്കാൻ കാരണം ഇത് ഈ ലോക്ക് ഉണ്ടായിരുന്നു, അത് പിടിക്കണം. അതിന് പെഡലിൻ്റെ സൈഡ് വന്നിട്ട് AC കൺട്രോൾ മൊഡ്യൂൾ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ബോൾട്ട് തന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ ഇങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് പിടിക്കാൻ വേണം. പിന്നെ ഇവിടെ 2 സ്ക്രൂ വരും, ഞാൻ നേരത്തെ അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഈ ക്ലിപ്പൊന്ന് ഇടിക്കണം, ഇത് വയറിൻ്റെ കണക്ഷൻ കൂളിംഗ് കോയിലിൻ്റെ കവറുമ്പോൾ വരുന്നത് ഇടിക്കാം. ഇതിവിടെ സ്ക്രൂ വരും, ഇവിടെ നേരത്തെ അഴിച്ച് വെച്ചാണ്. ഇത് ഈ ഭാഗത്തായിട്ടൊരു സ്ക്രൂ വരും, 2 അഴിച്ച് കഴിഞ്ഞാൽ കണ്ട കൂളിംഗ് കോയിലിൻ്റെ കവർ ഇങ്ങനെ കൂളിംഗ് കോയിൽ അടക്കം ഒരുമിച്ച് പോരുള്ളൂ. ലെഫ്റ്റ് സൈഡിലേക്ക് പോരുള്ളൂ, പാസഞ്ചർ സൈഡിലേക്കോ കൂളിംഗ് കോയിൽ തെർമിസ്റ്റർ ഒന്ന് ഊരണം കേട്ടോ. കൂളിംഗ് കോയിൽ നിന്ന് എവാപ്പറേറ്റർ വന്ന് അതിൻ്റെ കണക്ഷൻ പിടിക്കണം, എന്നാലേ നിങ്ങൾ പോരുള്ളൂ. നമുക്ക് പുതിയ എവാപ്പറേറ്റർ കയറ്റി, ഇത് പഴയതിപ്പോൾ ലീക്കായിരുന്നു കേട്ടോ. ബ്രഷ് അടിച്ച് ലീക്ക് ആക്കിയപ്പോൾ നല്ല സൗണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ച് നമുക്ക് പുതിയത് സെറ്റ് ചെയ്യാം. തെർമിസ്റ്റർ നമ്മൾ ഊരിയ പോലെ തന്നെ കറക്റ്റ് അവിടെ തന്നെ കൊള്ളിക്കണം. കൂളിംഗ് കോയിലുമ്പോൾ നമുക്ക് കവർ സെറ്റ് ചെയ്യാം. അയച്ച പോലെ തന്നെ നേരെ തിരിച്ച് കവർ സെറ്റ് ചെയ്യാം. സ്ക്രൂ ഇടാം, 2 സ്ക്രൂ ഇടണം. ഈ ക്ലിപ്പ് ഇടാം. അതുപോലെ തന്നെ AC കൺട്രോൾ മൊഡ്യൂൾ, ഇത് പ്രത്യേകം നോക്കണം. ഹീറ്ററും കൂളിങ്ങിൻ്റെ ഉള്ള കേബിൾ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കണം. ഡ്രൈനേജ് ഹോസ് കൊടുക്കണം. പിന്നെ ബ്ലോവറിൻ്റെ ഫിൽറ്ററൊക്കെ ഒന്ന് അഴുക്കണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിടുക, അല്ലെങ്കിൽ മാറ്റുക എന്തെങ്കിലും ചെയ്യണം. നേരെ തിരിച്ച് ഇത് പുറത്തുനിന്ന് നേരെ വലിക്കുന്നതിൻ്റെ ഷട്ടറിൻ്റെ പിന്നെ ഇത് കണക്ഷൻ കൊടുക്കണം. അതൊന്ന് വർക്കിംഗ് ആണെന്ന് നോക്കണം നമ്മൾ എല്ലാ ബോൾട്ട് ഇടുന്നതിന് മുമ്പ്. വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് അടിക്കാൻ നിൽക്കണം. ഇത് വർക്കിംഗ് ആണ്. ബ്ലോവറിനെ കയറ്റി നമ്മൾ റെസിസ്റ്ററിൻ്റെ കണക്ഷൻ കൊടുക്കണം. ഫാനിൻ്റെ ബ്ലോവറിൻ്റെ കണക്ഷൻ കൊടുത്ത് നേരെ തിരിച്ച് നമുക്ക് കൺസോള് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഡിഫറൻറ്റ് നോബ് ടൈറ്റ് ചെയ്യണം. ഗിയർ ലിവറിൻ്റെ ഗ്ലോ ബോക്സ് തിരിച്ച് ഫിറ്റ് ചെയ്യാം. നമ്മൾ വന്നിട്ട് എക്സ്പാൻഷൻ വാൽവ് കൂളിംഗ് കോയിലും പിടിപ്പിക്കുക. സെക്ഷൻ പൈപ്പും അതിനോട് ഒരുമിച്ച് ലിക്വിഡ് പൈപ്പും പിടിപ്പിച്ച് നമുക്ക് സെക്ഷൻ പൈപ്പ് ഊരിയിട്ട് കംപ്രസർ എന്നുള്ള സെക്ഷൻ പൈപ്പിൻ്റെ കണക്ഷൻ ഊരിയിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ മസ്റ്റാണ്, എന്തായാലും കൊടുക്കണോട്ടോ ഗ്യാസ് അടിക്കുന്നതിന് മുമ്പ്. പിന്നെ പ്രഷർ അടിച്ച് ലീക്ക് നോക്കിയിട്ട് ലീക്കിലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേക്കം ചെയ്യുക. വേക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് അടിക്കാം. ബാക്ക് സെൻട്രലൈസ് ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ റിയർ ബ്ലോവറും കൂടി ഓൺ ആക്കിയിടണം കേട്ടോ. AC സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ടെങ്കിൽ അത് ഓണാക്കണം ഗ്യാസ് അടിക്കുന്ന സമയത്ത്. കൂളിംഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണും കൂടിയും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടുത്തടുത്ത വീഡിയോസ് കാണാൻ പറ്റും. താങ്ക് യു.